ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഗരം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇറച്ചിക്കറികളിലും അതുപോലെ വെജിറ്റബിൾ കറിയിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഗരം മസാലയുടെ റെസിപ്പിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം. 2.5 ടേബിൾ സ്പൂൺ പട്ടയും 2 ടേബിൾ സ്പൂൺ വീതം ഏലക്കയും ഗ്രാമ്പൂവാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 5 തക്കോലം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെരുംജീരകമാണ്. 8 ടേബിൾ സ്പൂൺ പെരുംജീരകമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി ഇത് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. നമ്മുടെ കേരള ഗരം മസാലയിൽ പെരുംജീരകത്തിൻ്റെ അളവാണ് കൂടുതലായിട്ട് എടുക്കുന്നത്. ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടായ ഒരു പാനിലേക്ക് വേണം പെരുംജീരകം ഇടാനായിട്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ചൂടായിട്ടുള്ള പാനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരും. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാനുണ്ട്. ദേ ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഈ പെരുംജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് വേണം ഇത് പെരുംജീരകവും മറ്റു ചേരുവകളൊക്കെ ചേർക്കേണ്ടത്. ഇതിപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പാകത്തിന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെയാണ് ബാക്കിയുള്ള ചേരുവകളെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാൻ പോവുകയാണ്. ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കുന്ന ഗരം മസാലയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ഇത് വെച്ച് തയ്യാറാക്കുന്ന ഇറച്ചിക്കറികൾക്കാണെങ്കിലും വെജിറ്റബിൾ കറികൾക്കാണെങ്കിലും ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ അതേ പാനിലേക്ക് ബാക്കിയുണ്ടായിരുന്ന ചേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പാൻ ഇപ്പോൾ നല്ല ചൂട് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരല്പസമയം കഴിയുമ്പം ഇതെല്ലാം ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുന്നത് കാണാം. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഗരം മസാലയുടെ റെസിപ്പിയാണിത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ രീതിയിലാണ് ഗരം മസാല തയ്യാറാക്കുന്നത്. ഇത് ചിക്കനും മട്ടനും ബീഫും ഒക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു ഗരം മസാലയാണ് ഞാൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വെജിറ്റബിൾ കറികളിലും ഇത് ചേർക്കാറുണ്ട്. ബിരിയാണിയിൽ ചേർക്കുന്ന മസാല ഞാൻ പ്രത്യേകമായിട്ട് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ബിരിയാണി മസാലയിൽ ജാതിപത്രിയൊക്കെ ചേർക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കേരള ഗരം മസാലയുടെ റെസിപ്പി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നേരത്തെ ആവശ്യപ്പെട്ടതായിരുന്നു. അപ്പോൾ ഈ ചൂടാക്കിയെടുത്ത എല്ലാ ചേരുവകളും നന്നായിട്ട് ഒന്ന് തണുത്ത ശേഷമാണ് ഞാനിപ്പോൾ ഇതൊരു മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് മാറ്റിയത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് പൊടിച്ചെടുത്ത ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ചാൽ മതിയാകും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഗരം മസാല തയ്യാറാക്കുമ്പോൾ ഒരുപാട് കൂടിയ അളവിൽ തയ്യാറാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത്രയും ഒരു അളവിൽ തയ്യാറാക്കിയാൽ തന്നെ നമുക്ക് കുറച്ചധിക ദിവസം ഉപയോഗിക്കാനുണ്ടാവും. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കേരള ഗരം മസാല റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്